നിങ്ങളാരെങ്കിലും മനസ്സ് വേദനിപ്പിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് വേണ്ടാട്ടോ. ഭഗവാൻ കാണും. ഒരു സംശയവുമില്ല. ഒരു അനുഭവം വായിക്കാം. തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ചേച്ചി അയച്ചു തന്നാണ്. ഞാൻ പോളിയോ വന്ന് കാലിന് അംഗവൈകല്യം സംഭവിച്ചൊരു വ്യക്തിയാണ്. ഭഗവാനിൽ അർപ്പിച്ച് ജീവിക്കുന്നു. എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു. വേറെ കല്യാണം കഴിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുകയാണ്. അവരുടെ വീട്ടുകാരും അതിന് സപ്പോർട്ടാണ്. എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ എന്നെ കൈകാലുകളില്ലാത്തവളെന്ന് പലവട്ടം വിളിച്ച് എന്നെ ആക്ഷേപിച്ചു. മറുത്ത് ഞാനൊന്നും പറഞ്ഞില്ല. എന്നാൽ ഭഗവാൻ അതിന് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചെയ്തു തരണ്ടേ? അങ്ങനെ ഭർത്താവിൻ്റെ അനിയൻ, ജ്യേഷ്ഠൻ ഒരു അപകടത്തിൽപ്പെട്ടിട്ട് കഴുത്തിൻ്റെ താഴെ തളർന്നു പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൽ ഒന്നും സന്തോഷിക്കാനൊന്നും പറ്റുമായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെയല്ല ഞാനും ജീവിച്ചു പോകുന്നത്. പക്ഷേ അവർക്കതൊരു പാഠമായിട്ട് ഭഗവാൻ കൊടുത്തതായിരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അത്ര കണ്ട് ഈ രീതിയിൽ അവർ വേദനിപ്പിച്ചിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഈ അനുഭവം പറയുമ്പം ഓരോ വ്യക്തികളും പല വിധത്തിലുള്ള ജീവിതത്തിലൂടെയാണ് കടന്നു പോകുക അല്ലേ. ഞാൻ ആദ്യം പറഞ്ഞതുമാതിരി നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ട് ചെയ്യാൻ നോക്കേണ്ടത്. ഒരാളെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് അവർക്ക് താങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം തന്നെയായിരിക്കും മനസ്സിന്. അപ്പോൾ അതൊരിക്കലും ഇല്ലാതിരിക്കട്ടെ. ഇപ്പം ചേച്ചി അവസാനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വല്ലാതെ സങ്കടം വരുമ്പോൾ ചന്ദനത്തിൻ്റെയും താമരപ്പൂവിൻ്റെയും ഒക്കെ ഗന്ധം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ജീവിച്ചതുകൊണ്ടാവാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുഭവം നിങ്ങളോട് പറയുമ്പം ഓരോരുത്തരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഭഗവാൻ അതിന് എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങളൊക്കെ മനസ്സുകൊണ്ട് കാണുന്നു പ്രതീക്ഷിക്കുകയാണ്. വേറെ ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ബട്ടണിലൂടെ വരാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സുകളിൽ ഉണ്ടാവും. യൂട്യൂബിലാണെങ്കിൽ ജോയിൻ ബട്ടണിലൂടെ വരാം.